അപ്പം കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാണ് വിശേഷം? അപ്പം നമുക്കൊരു ചെറിയ പാട്ട് കേട്ടാലോ? നിങ്ങൾക്കെല്ലാം ഓണം വന്നോ? എല്ലാവർക്കും ഓണാശംസകൾ. അത്തമൊക്കെ ഇട്ടോ? അപ്പം ചെറിയ ഒരു ഗാനമായാലോ? ആദ്യം തന്നെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ തന്നെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആപത്തങ്ങ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുങ്കാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ഇനിയുണ്ട്. അപ്പം ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവുമായിട്ട് രായും പകലും വ്യത്യാസമുണ്ടല്ലേ കൂട്ടുകാരെ? പണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുകാലത്ത് നമ്മൾ കളിക്കുന്ന ഒരു ഓർമ്മയും നിങ്ങളമ്മമാരൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കച്ചിട്ടേ കയറിട്ടേ അങ്ങനെ ഓരോ കളിയാണ്. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന സമയത്താണ് തിരിച്ചങ്ങൾ വീട്ടിൽ കയറുന്നത്. അത്രയ്ക്ക് നല്ല ഒരു ഓണം. എന്നിട്ടോ ഓണമായിട്ട് വള മേടിക്കാനും മാല മേടിക്കാനൊക്കെ അമ്മാവന്മാരും കുഞ്ഞമ്മമാരും എല്ലാവരും ബന്ധുക്കളെല്ലാം വള മേടിക്കാൻ പൈസ തരുന്ന ഒരു വളയും മാലയൊക്കെ മേടിക്കാൻ പൈസ ഒരാൾ തന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര കെറുവാണ്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും വള മേടിക്കാനൊക്കെ എല്ലാവരും പൈസ തരും. അമ്മ കുടുംബത്തിലും എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ തരുന്നത് കാത്ത് ഞങ്ങൾ ഇരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലമെന്ന് പറഞ്ഞാൽ അതൊക്കെ മൺമറഞ്ഞു പോയ കാലം. എൻ്റെ അമ്മ എല്ലാം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ അമ്മയ്ക്കും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കുന്നതിനും ആരോടും, എൻ്റെ അമ്മ മരിച്ചപ്പോഴും അതുപോലെ തന്നെയാണ്. അമ്മയെക്കുറിച്ച് ആർക്കും ഒരു നെഗറ്റീവ് പറയാനായിട്ടില്ലായിരുന്നു. അത്ര ഒരു നിറഞ്ഞ മനസ്സുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് എൻ്റെ അമ്മ. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഓണത്തിനൊക്കെ എത്രയോ ദിവസം മുമ്പേ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കണം, എല്ലാം വയ്ക്കണം. അങ്ങനെയാണ്. അപ്പം ആ പഴയ ഓണക്കാലം ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ്റെ ഓണമെന്നാണ് പിള്ളേരൊക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് ആ പഴയ ഓർമ്മയിലുള്ള ഓണം തന്നെയാണ് നമ്മളെ മനസ്സിലുള്ളത്. പക്ഷേ അതൊക്കെ പറയാമെന്നല്ലാതെ ഒന്നുമില്ല. പഴയ കാലം അല്ല എന്നാണ് മക്കളൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പഴയ കാലം തന്നെയാണ്. അച്ഛനും അമ്മയും മക്കളും ഒത്തിരുന്നുള്ള ഒരു ഓണവും, അല്ലാതെ അച്ഛനും അമ്മയും മക്കളും എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൂട്ടായ്മ, ആ ഒരു വീട്ടിൽ അതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിനൊരു ഇത് വരില്ല. അതിലെല്ലാം ഉൾക്കൊള്ളും. ആ കുടുംബം മൊത്തത്തിൽ അതിൽ ഉൾക്കൊള്ളും. അതൊരു കൂട്ടായ്മയാണത്. നമ്മൾ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബം ഇമ്പമുള്ളതിനെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും ഉൾപ്പെടും. നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, മക്കൾ, ചെറുമക്കൾ, വന്നു കയറിയ മരുമോനും മരുമക്കൾ അവരെല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അവരെല്ലാവരും കൂടെ നമ്മുടെ ഇതിൽ ഉൾക്കൊണ്ട് ആ കൂടുമ്പോഴാണ് നമുക്കുള്ള കുടുംബം ഇമ്പം ഉള്ളതായി തീരുന്നത്. പലരും പല പങ്കായി നിൽക്കുമ്പോൾ നമുക്കുള്ള കുടുംബം ഒരിക്കലും ഇമ്പമുള്ളതായി തീരില്ല. അപ്പം അതാണ് നമ്മുടെ ഓണം എന്ന് പറയുന്ന പണ്ടത്തെ. ഇപ്പോഴത്തെ ഓണം ഒരുപാട് മാറിപ്പോയി. എന്നാലും ആ പഴയ കാലത്തെ ഓണം ഇപ്പോഴും, എന്നാൽ പണ്ടത്തെ കാലത്തിനേക്കാളും വേറെ കാര്യങ്ങൾ ഒരുപാട് മാറ്റം വന്നതുണ്ട്. ഒരു വീട്ടിൽ 1-2 മക്കളുണ്ട്. അപ്പോൾ അതിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 10 മക്കൾ, 8 മക്കൾ, അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പം 1 അല്ലെങ്കിൽ 2, ഇതാണ് എല്ലാവർക്കും കണക്ക്.
അതൊക്കെയാണ് എനിക്ക് പണ്ടത്തെ ഇപ്പോഴത്തെ ആയിട്ടുള്ള ഒരേ ഇത്. ഞങ്ങൾ പിന്നെ ഇലയിട്ട് സദ്യ ഉണ്ണുന്നതും പണ്ടത്തെ എൻ്റെ അച്ചാച്ചൻ്റെയൊക്കെ ഒരു സമയത്തുള്ള ഒരു ഇതൊക്കെ എന്ന് വെച്ചാൽ എന്നും ഞാൻ മാലകെട്ടൊക്കെ എനിക്കാണ്. ഞാൻ എൻ്റെ അമ്മാമ്മേരെ കൂടെ നിന്ന് കുറേ നാൾ എൻ്റെ അമ്മാമ്മേരെ കൂടെ ആയിരുന്നു. അമ്മയൊക്കെ അന്നങ്ങ് ആറ്റിങ്ങലാണ്, അച്ഛന് ആറ്റിങ്ങലാണ് ജോലിയും, അച്ഛൻ്റെ സ്ഥലം ആറ്റിങ്ങലാണ്. അപ്പോൾ വൈകിട്ട് മാലകെട്ടകം പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതൊക്കെ എൻ്റെ പഴയ ഓർമ്മകളാണ്, എൻ്റെ അമ്മ കുടുംബത്തിലെ ഓർമ്മകളാണ് എനിക്ക്. എൻ്റെ കുഞ്ഞമ്മമാരും എൻ്റെ മാമന്മാരും എല്ലാവരും എനിക്ക് വളമേടിക്കാനും എല്ലാത്തിനും എനിക്ക് പൈസ തരുമായിരുന്നു. എൻ്റെ അമ്മാമ്മ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. പിന്നെ ഇപ്പം എൻ്റെ അമ്മ മരിച്ചിട്ടാണ് 1 വർഷമായി. അങ്ങനെ എൻ്റെ അമ്മയുടെ കുടുംബം ഒരു വലിയ ഫാമിലിയാണ്. ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞല്ല, ഇപ്പം അടുത്ത ഈ നമുക്ക് ഈ തിരുവോണം കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച നമുക്ക് കുടുംബ സംഗമമുണ്ട്. നമ്മളെല്ലാ അമ്മ കുടുംബം എല്ലാവരും കൂടെ ഒത്തുകൂടുന്ന 120 പേർക്ക് പുറത്തുണ്ട് നമ്മുടെ അമ്മ കുടുംബം എല്ലാവരും കൂടെ, കുഞ്ഞു കുട്ടി എല്ലാവരും കൂടെ വരുമ്പോഴത്തേക്ക്. അതാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം എന്ന് ഞാൻ പറഞ്ഞത്. വലിയ കുടുംബം ഞാൻ എൻ്റെ വീട്ടിലെ കുടുംബവും പറഞ്ഞു, പിന്നെ മറ്റത് വല്ലാത്ത കുടുംബവും പറഞ്ഞത്. അതാണ് എൻ്റെ ഓണവിശേഷം പറയാനുള്ളത്. ഉത്തരാടമായിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു, വിളക്കണയാതെ സൂക്ഷിച്ച്, അതൊക്കെ ഒരു പ്രത്യേക ഇതാണല്ലേ, പ്രത്യേക ഒരു വൈബാണ് അതൊക്കെ. ഇലയിട്ട് സദ്യ വിളമ്പി 1-2 ജാതി പായസമൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ച്, അതൊരു വേറൊരു പ്രത്യേകതയാണ്. ഇന്നിപ്പം ഞാൻ വേറൊരു വഴിക്ക് പോകാനായിട്ട് ഒരുങ്ങിയതാണ്. അപ്പം പോയില്ല എങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വർഷം ഓണമായിട്ടൊരു പ്രത്യേക ഒരുക്കും ഒന്നും ഞാനിന്ന് പ്രാവശ്യം അങ്ങനെ വലിയൊരു ഒരുക്കില്ല, ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. എന്നാലും മാവേലി തമ്പുരാൻ വഴിയിൽ വന്ന് നിൽപ്പുണ്ട്. അകത്ത് കയറേണ്ട സമയമാകുമ്പോൾ അകത്ത് കയറിക്കോളും. പണ്ടത്തെ കണക്കൊരു കോടിയെടുപ്പും ഒന്നുമില്ല. എന്നാലും പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോടിയൊക്കെ ഇട്ട് എൻ്റെ അമ്മയുടെ ആ ഒരു ഓരോ ഇതും എൻ്റെ അമ്മയുടെ ഓരോ ഇതാണ് എനിക്ക് ഓർമ്മകൾ വരുന്നത്. അമ്മയ്ക്ക് അച്ചപ്പം ഉണ്ടാക്കണം, ഉണ്ണിയപ്പം ഉണ്ടാക്കണം, ആലങ്ങ ഉണ്ടാക്കണം, ഉരപ്പം ഉണ്ടാക്കണം, മാവ് വറുക്കണം. ഇതൊക്കെ അമ്മയുടെ ഓണ സ്പെഷ്യൽ പലഹാരങ്ങളാണ്. ഇതൊന്നും എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കുകയോ ഒന്നുമില്ല. അമ്മയ്ക്ക് അന്നെല്ലാം ഞാനാണ് സഹായിച്ചു കൊടുക്കുക, എല്ലാം ചെയ്യുന്നത്. എല്ലാം അതുകൊണ്ട് പലഹാരങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കാനും എല്ലാം അറിയാം. ഇപ്പം എണ്ണ പലഹാരം കൂടുതൽ ഉപയോഗിക്കാതിരിക്കുവാൻ ആണ് ശ്രമിക്കുന്നത്. എന്നാലും ഓണമാകുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഹാപ്പിയായി ഓണം ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.